തീരെ സെറ്റപ്പ് ഒന്നും ശരിയാക്കില്ല. ഒരുപാട് മാറ്റം വരുത്തണ്ട്. ഇവർക്കൊന്നും അറിഞ്ഞൂടെ ശരിക്കും. സത്യം ഞാൻ കയറി വരുന്നത് അതിനെ ശ്രദ്ധിച്ചു. അപ്പുറം കസാരൊക്കെ തീരെ ശരിയാക്കില്ല. ഇന്ന് ഒരുപാട് രണ്ടാൾക്കാർ പൈപ്പ് കിട്ടിയ നോക്ക്. പോയി പറയാം പൈപ്പ് കിട്ടിയല്ലോ. പെൺകെട്ട് കെട്ടാതെ നല്ലോണം ആണുങ്ങൾ എനിക്ക് ഏതെങ്കിലും ഒരു കെട്ട് പോരെ. പെൺകെട്ടായാലും ആൺകെട്ടായാലും ഇല്ല. ഇത് കഴിക്കാൻ വാടകന്റെ ആൾക്കാർ വരേണ്ടി വരും. ഏയ് ഇതെന്താ ഇത്? ഇതിവിടെ ഒന്നല്ല കെട്ടണ്ടേ. ഇതെന്താ ഇതാരാ പറഞ്ഞ ഇവിടെ കെട്ടിയന്? അല്ല ഇത് കൈകള്ള പൈപ്പാണ്. ഇത് അസൈഡില കെട്ടണ്ട്. ഇത് ഇവിടെ അല്ല കെട്ടണ്ട. ഇത് ഇതാരാ പറഞ്ഞ ഞങ്ങളോട്? ഞാളീ കല്യാണ പറല് പണിയൊന്നും എടുക്കല്ല. അതെ അതെ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ആടുന്നുണ്ടല്ലോ ടേബിൾ തുടങ്ങി. അവിടെ പോയിട്ട് എന്താ അഭിപ്രായം പറയാനുള്ളോ? അല്ല ഇതെന്താ ഇത്? ഇതിങ്ങനെ ഒന്നല്ല ഉടക്കണ്ട. ഇതാരാ പറഞ്ഞു നിങ്ങളോട് ഇങ്ങനെ ഉടക്കാന്? തുണിയൊന്നും തീരെ പോരാ. അത് വൃത്തി തന്നെ ഇല്ല. പിന്നെ നിങ്ങൾ അങ്ങോട്ട് ഉറച്ചുവിടടാ. അല്ല അഭിപ്രായം പറയുന്ന ആൾക്കാരെ നമ്മള് ജോലിയൊന്നും അങ്ങനെ ചെയ്യൊന്നുമില്ല. നമ്മളിങ്ങനെ നോക്കി അഭിപ്രായം പറഞ്ഞ് നമ്മൾ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകല്ലേ, അടുത്ത സ്ഥലത്തേക്ക്. ഇളക്കല്ല. ഇതെന്താ ഇത്? ഇങ്ങനെ ഇളക്കുക. കുറച്ച് മെല്ലെ ഇളക്ക്. ഇതാരാ എന്നെ ഏൽപ്പിച്ചേ? ഏതാ ആൾക്കാര്? ഞാനോ? അഭിപ്രായം ആൾക്കാർ കളിക്കട്ടെ. അല്ല ഞാള് ഇളക്കുമല്ലേ. ആളിങ്ങനെ അഭിപ്രായം ചെയ്യുന്നല്ലേ. ആൾ ഒരുപാട് കാര്യം ചെയ്യുന്നുട്ടോ. വളരെ മോശാട്ടോ. കറിയും തീരെ എന്തെല്ലാം പ്രശ്നമുണ്ടല്ലേ. പൊറോട്ടം തീരെ ബന്ധിക്കില്ലട്ടോ. കാരണം നോക്കിയാട്ടെ മൈദ അങ്ങനെ തന്നെ നടക്കുന്നു. വേഗം തിന്നു ഒരു കോണമില്ല. ഭയങ്കര കുറവാ. ഞാൻ തിന്നാന്നല്ലാണ്ട്. എന്താ ഇത്? ഇങ്ങനെ ഒന്നല്ല അടിക്കണ്ടേത്. ഇതാ നിങ്ങളോട് ഇങ്ങനെ അടിക്കാൻ പറഞ്ഞേ. ഈ ഐസ് ആദ്യം ഇടണോ അല്ലേ? ഐസ്ക്രീം അങ്ങനെ എല്ലാം ഫോൾട്ടാണല്ലോ. നിങ്ങളോട് ആരാ ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞത്? പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങളങ്ങ് അടിച്ചേക്ക്. ഞാള് ഇങ്ങനെ കല്യാണ പറ്റില്ല അഭിപ്രായം പറയുന്ന ആൾക്കാരെ മാത്രം. നമ്മൾ ജോലിയൊന്നും ചെയ്യല. കാശ് മിനി ഓല നോക്കണ്ട. ഓലെല്ലായിടത്തും അഭിപ്രായം പറയില്ലേ. ഞാൻ ഇനി വേ അടിച്ചോട്ടോ. അല്ലടോ ബിരിയാണി ആയിക്കുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി എന്താ കുറ്റം പറയാൻ? ബിരിയാണി ആക്കില്ലല്ലോ. അതിന് സമയമുണ്ടോ? മണിക്കൂറുണ്ട്. അത് തന്നെ. അതുപോലെ ഇന്നലെ കുറിച്ച് ചൂടുകളുണ്ടല്ലോ. തീരെ ചൂടില്ല. ചൂടുകളെന്നുള്ള പേരേ ഉള്ളൂ. തീരെ ശരിയാക്കില്ല. ഒരു സുഖം കിട്ടിയില്ല അല്ലേ? തന്നെ. അതുപോലെ ഇത്രയും വലിയ പന്തലിട്ടിട്ട് തീരെ മഴ പെയ്തിക്കില്ലെങ്കിൽ ആലോചിച്ച് നോക്ക്. വെറുതെ പോവില്ലേ? ഉറപ്പല്ലേ? വെറുതെ ഇത്ര വലിയ പന്തലിന്റെ ആവശ്യം. പന്തലാണ് അടിപൊളിയായി കിട്ടോ. പക്ഷെ പന്തലടി അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ നയിക്കാൻ നമ്മളെപ്പനും ഉണ്ടാവും. മറ്റോല് കണ്ടില്ലേ മുന്നിൽ കാലെടുത്ത് ചാടി ഇരിക്കുന്നത്. അതുപോലെ അവസാനത്തെ സൽക്കാരം വന്നാൽ ഓലിയെ വിളിക്കും. നമ്മൾ ഒഴിവാക്കുകയും ചെയ്യും. അല്ല നജിമോ, സത്യം പറ, ഇന്നെ കല്യാണം വിളിച്ചിക്കുക? ഇല്ലടാ, കല്യാണം വിളിച്ചിക്കൊന്നുമില്ല. നമ്മുടെ ചക്കോത്തോട്ടില് മറ്റേ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കല്യാണം ഡേറ്റിംഗ് കാര്യങ്ങൾ. അത് മതി ഒട്ടിച്ച് കണ്ടിക്കല്ലേ. അത്ര കണ്ടു. മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്ക് മധുവിധു വാസന്തരാവിൽ.